പകലിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഈ പകലിലെ ചിന്തയ്ക്ക് ആധാരമായി കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയും. അന്യോന്യം ഫോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയും. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനമാണെന്ന് നാം വായിച്ചത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ ആഹ്വാനം തരിക. ആത്മാവിൽ നാം പുതിയ മനുഷ്യനായി തീരണം. അതിന് ചിലതൊക്കെയും നാം വിട്ടുകളയണം. നാം അതിനേക്ക് ഉപേക്ഷിക്കുകയും ചെയ്യണം. വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ ഇത് പിന്നത്തേൽ വീണ്ടും തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാനോ പാടുന്ന ഒരു ഉദാഹരണം ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭകളിലൊക്കെ നിരവധി വിശ്വാസികൾ, എന്നാൽ പല തരത്തിലുള്ള വിശ്വാസികളെ പല സ്വഭാവമുള്ള വിശ്വാസികളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ വിശ്വാസികളെ നാം കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു മൃഗത്തോട് ഉപമിച്ചാണ് പറയാറുള്ളത്. അത് ആടുകളോട് ആണ് വിശ്വാസികളെ ഉപമിച്ചിരിക്കുന്നത്. പലപ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ആടുകളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. ഈ അടുത്തിടയിൽ ഞാൻ കേട്ട ഒരു ചിന്തയാണ് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് വരുന്ന ഒരു കൂട്ടം ആടുകളുടെ പുറത്ത് ചെള്ള് പിടിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. ചെള്ള് പിടിച്ച ആടുകൾ അല്ലെങ്കിൽ ചെള്ള് പിടിച്ച വിശ്വാസികൾ. ഇതിനൊരു കുഴപ്പമുണ്ട്. ആടിൻ്റെ പുറത്ത് ചെള്ള് കയറിക്കഴിഞ്ഞാൽ ഇതിനെപ്പോഴും ചൊറിച്ചിൽ, അസ്വസ്ഥത. ഇത് സഭായോഗത്തിലൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസികൾ വരുന്നുണ്ട്. ഇടയൻ്റെ അടുത്ത് ഈ ആടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ ശരീരത്തിൽ നിന്ന് ചെള്ളുകൾ, ഈ ചെള്ള് പിടിച്ചത് കൊണ്ട് തന്നെ ഇത് കടന്നു വന്ന സഭയ്ക്കകത്തിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആടുകൾക്ക് കൂടെ ഈ ചെള്ള് പടർന്നു പിടിക്കുന്നതായി കാണാൻ കഴിയുന്നു. ഇതൊരിക്കലും ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നതല്ല. ഇതിൻ്റെ ചെള്ള് മറ്റുള്ളവരിലേക്ക് പകർത്തിയതിനു ശേഷം മാത്രം പോകുന്ന ഒരു കൂട്ടം ജനതയെ കാണാൻ കഴിയും. ഞാൻ ഈ വചനത്തോട് ചേർന്ന് പറയാനുള്ള കാര്യം, ഈ കാലഘട്ടത്തിൽ ഒത്തിരി ചെള്ളു പിടിച്ച വിശ്വാസികളെ കാണാൻ കഴിയുകയാണ്. പലവിധത്തിലായ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഇവർ ഈ ലോകത്തിൽ പോയി ഇവർ ദൈവത്തെ അറിയാതെ നടന്ന് അഴുക്കിൽ കിടന്ന് അഴുക്ക് പ്രവർത്തിച്ച് ചെള്ളുകൾ പിടിപ്പിച്ച് കടന്നു വരുന്നത്. പക്ഷെ ചെള്ളു പിടിച്ച വിശ്വാസി നീ മറ്റുള്ളവരെ ചെള്ളു പിടിപ്പിക്കാറില്ല. ഒരു ശുദ്ധീകരണത്തോട് വേണം ആലയത്തിലേക്ക് കടന്നു വരാൻ. അതിനുവേണ്ടി ഇടയൻ ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. ശരീരത്തിൽ തൈലം പുരട്ടി അകത്ത്. അപ്പോൾ ഈ നാളുകളിൽ അഭിഷേകത്തിൻ്റെ തൈലം വീണവന് ഒരു കാര്യം പറയാൻ കഴിയും, ഒരിക്കലും അവൻ്റെ ശരീരത്തിൽ ചെള്ളില്ല. അവൻ മറ്റുള്ളവരെ ചെള്ള് പടർത്തുവാൻ വേണ്ടി വരുന്നതല്ല, പകരം ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവത്തിൽ നിന്നും പ്രാപിപ്പാനും നിത്യരാജ്യത്തിലേക്ക് അവകാശികളായി തീരുവാനും അവർ ആഗ്രഹിക്കുന്ന നല്ല ആടുകളായി നാം ഓരോരുത്തരും തീരട്ടെ. നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പാപപ്രവൃത്തികൾ നാം കളഞ്ഞു വിശുദ്ധിക്ക് വിധേയമാണ്. ഈ നാളുകളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്.